നമസ്കാരം സാർ. നമസ്കാരം. ഈ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ അടുത്ത കാലത്തായി വിപ്ലവകരമായ പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുകയും അത് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളും മറ്റ് സാംസ്കാരിക നായകന്മാരും ഒക്കെ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലുമാണല്ലോ നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ യേശുദാസിൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇതിലെത്തി നിൽക്കുകയാണത്. അതിന് മുമ്പും വിപ്ലവകരമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാർ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് രണ്ട് അഭിപ്രായം ഈ വിഷയത്തെ സംബന്ധിച്ചുണ്ട്. ഒന്ന്, ശിവഗിരിയിലെ സന്യാസിമാർ വിപ്ലവകരമായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള തോന്നൽ എന്നെ സംബന്ധിച്ചില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിനേക്കാൾ ഒരടി പോലും മുന്നോട്ട് പോകാൻ അവരെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. കാരണം ഗുരുദേവൻ ഇതിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതി മത ചിന്തകൾക്കുപരിയായിക്കൊണ്ടുള്ള ക്ഷേത്രവിശ്വാസത്തെക്കുറിച്ചിട്ടാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. ആ ദൈവദേശം അങ്ങനെയാണ്. നിങ്ങൾ ദൈവദേശം ചൊല്ലി നോക്കൂ. ആ ദൈവദേശത്തിൽ ഒരു വരി പോലും ഒരു സമുദായത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് പൂർണ്ണമായിട്ട് മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഗുരുദേവൻ്റെ സങ്കല്പങ്ങൾ. അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ മനസ്സിലാക്കിയിടം കൊണ്ട് ഇപ്പോഴത്തെ ഉള്ള ശിവഗിരിയിലെ സന്യാസിമാർ പറഞ്ഞായിട്ട് എനിക്ക് ബോധ്യം വരുന്നില്ല. പിന്നെ മറ്റൊന്നുള്ളത്, അവർ പറഞ്ഞ വാദമുഖങ്ങളുണ്ട്. ആ വാദമുഖങ്ങൾ കേരളത്തെ സംബന്ധിച്ച് പുതിയതല്ല. ഉദാഹരണം പറഞ്ഞാൽ അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനം, യേശുദാസിൻ്റെ ക്ഷേത്രപ്രവേശനമാണ് വലിയ വിഷയമായിട്ട് വരുന്നത്. യേശുദാസിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിനെക്കുറിച്ച് ആരാണ് എതിരെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ പ്രസ്ഥാനം RSS ആണ്, രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് TV അനന്തൻ 1984 ഏപ്രിൽ മാസം 30 ഗുരുവായൂരിൽ നടന്നിട്ടുള്ള കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു. ഏകദേശം 40 കൊല്ലത്തിന് മുമ്പായിരുന്നു, 41 കൊല്ലം മുമ്പ്. അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്, ക്ഷേത്രപ്രവേശനം ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിന് നിയന്ത്രിക്കുന്നത് ശരിയല്ല, വിശ്വാസികൾക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് RSSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് TV അനന്തനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് നമ്മൾ 41 വർഷക്കാലത്തിന് ശേഷം എടുത്തിട്ട് ഇത് ഒരു നൂതനമായിട്ടുള്ള പദ്ധതിയാണ്, വലിയ വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനമാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ പറയുന്ന 41 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണോ പുരോഗമനം, ഇപ്പോൾ പറയുന്നതാണോ നമ്മൾ വ്യക്തമാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, RSSുമായിട്ട് സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. എറണാകുളത്ത് പാവക്കുളം ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആസ്ഥാന കേന്ദ്രത്തിലെ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ പോയിട്ട് ഞാൻ സാക്ഷാൽ യേശുദാസ് ആ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടെ പോയാളാണ് ഞാൻ. യേശുദാസിന് അവിടെ പുഷ്പാഞ്ജലി കഴിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പേരിൽ പുഷ്പാഞ്ജലി നടത്തി കൊടുത്തിട്ടുള്ള ആളാണ് അവിടുത്തെ ആ ക്ഷേത്രത്തിലെ പൂജാരി. കാരണം അവിടെ യേശുദാസിനെ ആ ക്ഷേത്രത്തിൽ തടസ്സപ്പെടുത്തില്ല. അവിടെ ഒരാൾ പേര് അബൂബക്കറാണോ അല്ലെങ്കിൽ യേശുദാസാണോ ജോൺസൺ ആണോ ഇത്യാദി തടസ്സങ്ങൾ അവിടെ സംബന്ധിച്ചില്ല. ആരാണ് വിശ്വാസിയായിരിക്കുന്ന ആൾ, ആ വിശ്വാസിക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും അവിടെ സ്വന്തം താല്പര്യമുള്ള വഴിപാടുകൾ കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ക്ഷേത്രം കേരളത്തിൽ അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ക്ഷേത്രമാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ RSS അത്തരത്തിലുള്ള ഒരു ആശയം കാലങ്ങൾക്ക് മുമ്പ് മുന്നോട്ട് വെച്ചു, ഇപ്പോഴും ആ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയുമാണ്. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മുൻപേ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ശിവഗിരി മഠം പറയുന്നതിന് മാത്രം, അല്ലെ ശിവഗിരി മഠം നിർദ്ദേശിക്കുന്ന സന്യാസിമാർ നിർദ്ദേശിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം വരികയും അത് വളരെ സമൂഹം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത്? അതെന്തുകൊണ്ടായിരിക്കാം? അതിന് 2-3 കാരണങ്ങൾ. ഒന്ന്, ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞിട്ടുള്ളത് ശരിയാണെന്നുള്ള വസ്തു നമ്മൾ ആദ്യമേ അംഗീകരിക്കുക. പക്ഷേ അത് അദ്ദേഹമല്ല ആദ്യമായിട്ട് പറഞ്ഞത് എന്നുള്ള വസ്തു കൂടി അംഗീകരിക്കേണ്ടതുണ്ട്. പിന്നെ അത് എന്തുകൊണ്ട് ഇപ്പോൾ പ്രാധാന്യം കിട്ടിയെന്നുള്ള വിഷയമാണ്. ഇത് ചില നറേഷൻസിൻ്റെ ഭാഗമാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സഞ്ചാര സ്വാതന്ത്ര്യം നടന്നിട്ടുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ഒരു കുടുംബത്തിൻ്റെ പേര് കാലാക്കൽ കുടുംബം എന്നാണ്. അവർ ഈഴവ കുടുംബമാണ്. ആ ഈഴവ കുടുംബക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ കഴകം ഉണ്ടായിരുന്നു. അപ്പോൾ കഴകം ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. അവിടെയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്തിട്ടുള്ള 1924 ഐതിഹാസികമായിരിക്കുന്ന വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോൾ ഇത് ഒരു നറേഷൻ്റെ ഭാഗമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ എത്തിയതിന് ശേഷം ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ നടത്തിയിരിക്കുന്ന ചില പരിശ്രമങ്ങൾ, ആ പരിശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇത്തരം ചില പ്രശ്നങ്ങൾ. അതിനും എല്ലാവർക്കും അമ്പലത്തിൽ പോകാമായിരുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് അമ്പലത്തിൽ അവിടെ തന്നെയുള്ള ക്ഷേത്രത്തിൻ്റെ കല്ലുവിളക്ക് വെച്ചിരിക്കണ ആരാന്നറിയാമോ? അവിടുത്തെ ഈഴവ പ്രമാണിയുടെ വീട്ടിൽ നിന്നാണ് കല്ലുവിളക്ക് വെച്ചിട്ടുള്ളത്.
അങ്ങനെയുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് വൈക്കത്ത് എല്ലാവർക്കും പ്രവേശനമില്ല, പിന്നാക്കക്കാരന് പ്രവേശനമില്ല എന്നുള്ളത് കൊണ്ടുവന്ന ആരാന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത് കൊണ്ടുവന്നത് കൃത്യമായിട്ട് ബ്രിട്ടീഷ് സർക്കാരാണ്. ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ 1920 ആദ്യമായിട്ട് അവിടെ തീണ്ടൽ പലക സ്ഥാപിക്കുന്നത്. അതിനുമ്പോൾ അവിടെ തീണ്ടൽ പലകയില്ല. ഈ തീണ്ടൽ പലക സ്ഥാപിക്കുന്നത് KP ശങ്കരമേനോൻ എന്ന് പറയുന്ന ആളാണ്. KP ശങ്കരമേനോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി രാജ്യചരിത്ര വേദിയിൽ KP പത്മനാഭന്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1894 നടന്നിട്ടുള്ള മലയാളി മെമ്മോറിയലിൽ തിരുവിതാംകൂർ രാജാവിൻ്റെ ഒരു മെമ്മോറിയൽ സമർപ്പിച്ചു. ആ മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരനാണ്. മലയാളി മെമ്മോറിയലിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ് ബ്രാഹ്മണന്മാരായിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ ജോലികൾ മുഴുവൻ പോകുന്നത് കൊണ്ട് മലയാളികൾക്ക് ജോലി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള മലയാളി മെമ്മോറിയലിൻ്റെ ആദ്യത്തെ ഒപ്പിട്ട ആളാണ് ഈ പറയുന്ന KP ശങ്കരമേനോൻ. ഈ KP ശങ്കരമേനോൻ ബ്രിട്ടീഷുകാരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ 4 നടകളിലും തീണ്ടൽപ്പലകൾ സ്ഥാപിക്കുകയാണ്. 1905 ഞാൻ ആദ്യം പറഞ്ഞ 20 മറ്റോ പറഞ്ഞു തോന്നുന്നു. 1905 സ്ഥാപിക്കുന്നത്. അതിന് TK മാധവൻ ആദ്യകാലം തന്നെ ഇതിനെക്കുറിച്ച് എതിർക്കുന്നുണ്ട്. 1920-21 അതിനെക്കുറിച്ചിട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ അതിനെ അവതരിപ്പിക്കുന്ന മഹാകവി കുമാരനാശാനാണ് ഇതിനെ എതിർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ ചില നറേഷൻസ്, ആ നറേഷൻസാണ് കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന് കാരണമെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നം അവിടെ വിശ്വാസിക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചുകൊണ്ട് അവിടെ മതത്തിൻ്റെ പേരിലുള്ള ചില വേലിക്കെട്ടുകൾ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളാണ്, കേരളം ഭരിച്ച സർക്കാരുകളാണ്. ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പങ്കുണ്ട്. ഇപ്പം ഞാൻ വേറൊന്ന് പറയട്ടെ, അമ്പലത്തിൽ ഷർട്ടിട്ട് കയറാമോ, ഷർട്ടിടാണ്ട് കയറാൻ പാടില്ല എന്നത് എനിക്ക് അതിൻ്റെ ലോജിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താ ഷർട്ടിട്ട് കയറി തകരാറെന്താ ഉള്ളത്? നമ്മുടെ സാധാരണ യുവാക്കൾ ജോലിക്ക് പോകുന്ന ആളുകൾ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി പോകുന്ന സമയത്ത് ഒന്ന് ക്ഷേത്രത്തിൽ കയറിയെന്ന് വിചാരിച്ചിട്ട് എന്താ പ്രശ്നമുള്ളത്? അവൻ പാൻസിട്ട് കയറി എന്താ കുഴപ്പമുള്ളത്? അവൻ ഷർട്ടിട്ട് കയറി എന്താ കുഴപ്പമുള്ളത്? പിന്നെ എന്താ ഇവർ പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതെങ്കിലും ഒരു താന്ത്രികനായിട്ടുള്ള ആൾ, ഒരു താർക്കികനായിരിക്കുന്ന ആളുകൾ ഒരു പ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എനിക്കത് പൊളിച്ച് എഴുതാൻ എനിക്ക് സാധിക്കും. ഒരു പ്രമാണത്തിലും, ഒരു ഹൈന്ദവ പ്രമാണത്തിലും ഈ തരത്തിൽപ്പെട്ട ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് ഒന്നും എഴുതിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ താന്ത്രികനായിരുന്ന P. മാധവജിയുടെ ക്ഷേത്രചൈതന്യൻ്റെ രഹസ്യമുണ്ട്. ആ ക്ഷേത്രചൈതന്യ രഹസ്യത്തിൽ പോലും അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേഷവിധാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ശുദ്ധമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ട് അമ്പലത്തിൽ കയറാം, നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാം, നിങ്ങൾക്ക് മുണ്ടെടുത്ത് കയറാം. നിങ്ങൾ കയ്യിലെടുത്ത് അമ്പലത്തിൽ കയറാതിരിക്കപ്പാ. കാരണം കയ്യിലെടുത്ത് കയറുന്ന സമയത്ത് സാധാരണ ഏറ്റവും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് കൈലി. അല്ലാതെ കണ്ട് ക്ഷേത്രത്തിന് ഉപയുക്തമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രം ധരിച്ച് അമ്പലത്തിൽ കയറുന്നതിന് ഹൈന്ദവ പ്രമാണങ്ങൾ ഒന്നും തടസ്സമല്ല. ഇത് നമ്മൾ പലപ്പോഴും റിജിഡായിട്ടുള്ള ചില പോളിസീസ് ചിലർ കൊണ്ടുവരികയാണ്. അത് ക്ഷേത്രത്തിലെ ആളുകൾ കിടക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേറൊന്ന് പറഞ്ഞില്ല, ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ യേശുദാസ് അമ്പലത്തിൽ കയറി. യേശുദാസ് അമ്പലത്തിൽ കയറി എന്താ കുഴപ്പമുള്ളത്? ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകുന്ന അദ്ദേഹത്തെ കൊണ്ട് വയലാർ പാടിപ്പിച്ചതാണ്. അതെന്തു ആവട്ടെ, ഞാൻ വയലാറിന്റെ ഗാനത്തിൽ ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരെ കാണും. അത് അദ്ദേഹത്തിന് ഇപ്പോഴും ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് ഗോപകുമാരനെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് താല്പര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. 2-3 തരത്തിലാണ്. കാരണം അദ്ദേഹയുടെ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനുള്ള അവസരം എന്നെ സംബന്ധിച്ച് സിദ്ധിച്ചിരുന്നു. അദ്ദേഹം പാവക്കുളം ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്, മറ്റു പല അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്നുള്ളതാണ് പ്രശ്നം. ദേവസ്വം ബോർഡാണോ? അപ്പോൾ ദേവസ്വം ബോർഡ് ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നുണ്ടോ? ഇത് ഏതെങ്കിലും പ്രമാണത്തെ ഉദ്ധരിച്ചവർക്ക് പറയാൻ സാധിക്കുമോ? ഇവർ ഇത്തരം വിഷയങ്ങൾ ഇവിടുത്തെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇവർ ചർച്ച നടത്തേണ്ടതല്ലേ? ആ തരത്തിൽപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണോ? ക്ഷേത്രത്തിൽ വിശ്വാസികൾ അമ്പലത്തിൽ കയറണം. അതിനെന്താ തെറ്റുള്ളത്? ഒരു ക്രൈസ്തവ നാമധാരിയായിട്ടുള്ള ആള്, മുസ്ലിം നാമധാരിയായിട്ടുള്ള ആള് സ്വന്തം ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെ സംബന്ധിച്ച് ഭഗവാന്റെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കണം തോന്നുന്ന സമയത്ത്, അത് ഭഗവാനോട് അതിനെക്കുറിച്ച് അർത്ഥിക്കണം സമയത്ത് ആ അർത്ഥിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് അവിടെ ഭഗവാന്റെ മുമ്പിൽ പറയേണ്ടതല്ലേ? അങ്ങനെ പറയാനുള്ള അവസരം കൊടുക്കേണ്ടതല്ലേ? അതിന് നിഷേധിക്കാൻ നമുക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? നമ്മളെ ആരാണ് ഇത് പഠിപ്പിച്ചതാരാണ്? നമ്മൾ മാത്രമാണ് അമ്പലത്തിൽ പോകുക എന്നുള്ളത്? എല്ലാവർക്കും പോകാനുള്ള അധികാരമുണ്ട്. കാരണം ഹൈന്ദവ തത്വശാസ്ത്രപ്രകാരം, ഹൈന്ദവ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരും ഹിന്ദുക്കളാണ്.
അമ്പലത്തിൽ പോകുന്നവൻ ഹിന്ദുവാണ്, അമ്പലത്തിൽ പോകാത്തവൻ ഹിന്ദുവാണ്, അതേപോലെ തന്നെ നാസ്തികന്മാരായിരിക്കുന്ന ആളുകൾ ഹിന്ദുവാണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്ന് ലങ്കയിൽ നിന്ന് തിരിച്ച് അയോധ്യയിലേക്ക് എത്തിയതിനു ശേഷം ഭരതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇവിടെ അദ്ദേഹം ചോദിക്കുന്നത് ചാർവാകന്മാർക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് വാൽമീകി മഹർഷി എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാസ്തികന്മാർക്ക് പോലും സ്വന്തം രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് ഭരതനോട് ചോദിക്കുന്നൊരു പാരമ്പര്യമാണ് ശ്രീരാമൻ്റേതുള്ളത്. ആ തരം ചില സ്ഥലങ്ങളിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ആ ഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ല എന്നുള്ള ചില വിവരം കെട്ടവന്മാർ എഴുതി വയ്ക്കുന്ന ബോർഡുകളാണത്. ചില ഭ്രാന്തന്മാർ എഴുതി വയ്ക്കുന്ന ബോർഡുകളാണ്. എനിക്കറിയാലോ, ഇവിടെ അടുത്ത് എറണാകുളത്ത് തന്നെ തൃപ്പൂണിത്തുറയിൽ ഹൈദരാലിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ കഥകളി പരിപാടിക്ക് വിളിച്ചു. കലാമണ്ഡലം ഹൈദരാലി ഒന്നാന്തരം പാട്ടുകാരനപ്പ. അതിമനോഹരമായിട്ട് കഥകളി പദങ്ങൾ ആലപിക്കുന്നൊരു മഹാനായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. ആധികാരികമായിട്ട് അദ്ദേഹത്തെ ഇവർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ല, ക്ഷേത്ര കമ്മിറ്റിക്കാർ. അന്ന് അതിന് ശക്തിയുക്തം എതിർത്ത് KP നാരായണൻ നായർ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ P രവീച്ച് എന്ന് പറയുന്ന ആയിട്ടുള്ള RSSൻ്റെ ജില്ലാ സംഘചാലകനും അതേപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാധ്യക്ഷനുമായിരുന്നു. കാരണം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും RSSൻ്റെ ഒന്നും ഔദ്യോഗിക നിലപാടുകൾ അതല്ല, വിശ്വാസിക്ക് കയറാമെന്നുള്ളതാണ്. ഹൈദരാലിക്ക് കയറാൻ പറ്റാത്ത ക്ഷേത്രത്തിലുള്ള ആർക്കാ പ്രവേശനമുള്ളത്? ഹൈദരാലി ആലപിച്ചിരിക്കുന്ന അത്രത്തോളം കഥകളി പദങ്ങൾ, ഭഗവാനെ സ്തുതിക്കുന്ന ഗീതങ്ങൾ ഇവിടെ ആരാണ് ആലപിച്ചിരിക്കുന്നത്? അപ്പോൾ അവർക്ക് പ്രവേശനമില്ല. അതേസമയത്ത് ഒരിക്കലും ഭഗവാനെക്കുറിച്ച് ഒന്നും സ്തുതിക്കാത്ത, അവിടെ ഭഗവാന്റെ മുമ്പിൽ നിന്നൊരു തൊഴാൻ പോലും മനസ്സ് കാണിക്കാത്ത ചില ആളുകൾ അവിടെ K രാധാകൃഷ്ണനും മറ്റേ ചില ഇപ്പോഴത്തെ എന്തായാലും അവിടെ വരുന്ന വാസവനോ ഈ തരം ചില മന്ത്രിമാർക്ക് അവിടെ നിന്നിട്ട് തലയും കുത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലല്ലോ ക്ഷേത്രം. ക്ഷേത്രം വിശ്വാസിക്കുള്ളതാണ്. ഭഗവാന്റെ മുമ്പിൽ അവർക്ക് തൊഴാൻ സാധിക്കണപ്പാ. ശിവഗിരി മഠത്തിലെ സന്യാസിമാർ വിപ്ലവകരമായ പല ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നതിൽ കാലിക പ്രസക്തമായ, അതും നമുക്ക് കേരളത്തിലെ സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുക, പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം ഒരു തിരുത്തൽ വരുത്തേണ്ടതാണ്. ഇത്തരത്തിൽ വിശ്വാസം, ഒരാൾ ദൈവവിശ്വാസിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തൻ, അല്ലെങ്കിൽ മറ്റ് ഒരു ആ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനാ നിർഭരമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് യേശുദാസ് എന്നല്ല, ഏത് ഭക്തനും ആ ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടാവേണ്ട അത് അനിവാര്യമാണ് എന്നുള്ള ഈ ശിവഗിരി മഠത്തിൻ്റെ ഈ തുറന്നുവിട്ട ഈ ചർച്ച ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് പലരും, ശിവഗിരി മഠം മാത്രമല്ല RSSും മുമ്പ് ഇതേ ആശയം തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് ക്ഷേത്രവിശ്വാസികളല്ലാത്ത ആളുകൾ ദേവസ്വം ഭരണം കൈയാളുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് ഒരു നേതൃത്വം ആരും വഹിക്കാത്തത്. അതെ, തീർച്ചയായിട്ടും.